ജോത്സ്ന എന്ന് പറയുന്ന സിംഗർ ജീവിതത്തിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്നത് എന്തിനെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത് ലവ്, സ്നേഹം. എനിക്ക് സ്നേഹം കിട്ടിയാൽ ഞാനത് അതിനെ അതുപോലെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അതെ, അത് എനിക്ക് പൊതുവെ നമ്മളെല്ലാവരും ഈ ആർട്ടിസ്റ്റുകൾക്ക് പൊതുവെ കുറച്ച് ഇമോഷണൽ ഫൂൾസ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ബീറ്റ് എനി റിലേഷൻഷിപ്പ് ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളതാണ്. ഐ ഡു എനിത്തിങ്. അവരോട് ആരെങ്കിലും ഒരു ഇൻജസ്റ്റിസ് ചെയ്താലോ, ഒരു മോശമായിട്ട് പെരുമാറോ, അവർക്കൊരു മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായാലോ, ഐ വിൽ ഗോ ഔട്ട് ഓഫ് മൈ വേ ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഓക്കെ. ഇപ്പോൾ വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിഞ്ഞത് ജീവിതത്തിൽ സ്വന്തമാക്കിയ ആള് മുറച്ചെറുക്കനായിരുന്നു. അതെ, ചിന്തു മുറച്ചെറുക്കനായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് എന്തോ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പോകേണ്ട വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാനിങ്ങനെ ശരിക്കും അത് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. അത് ഒരിക്കലും ചിന്തുവും വിചാരിച്ചിട്ടില്ല, ഞാനും വിചാരിച്ചിട്ടില്ല. അതെന്താ വെച്ചാല് ചിന്തു എന്റെ അമ്മാവന്റെ മോനാണ്. അപ്പോ ഈ പറഞ്ഞ അമ്മയുടെ ആങ്ങളയുടെ മോൻ സ്വന്തം ആ വീട്ടിൽ പോയി നിന്നപ്പോ പോലും ഞാനിത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. സ്വന്തം. അപ്പോ അതെങ്ങനെ സംഭവിച്ചു വെച്ചാൽ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ജനിച്ച ഉടനെ ഇവർ തമ്മിൽ അതെ നമുക്ക് കൈ കോർക്കാം, അതെ അതെ നമുക്ക് വലുതാവുമ്പോ കല്യാണം കഴിപ്പിക്കാം, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഗൾഫിലായിരുന്നു പഠിച്ചതൊക്കെ. കുവൈറ്റിൽ ജനിച്ചു, സ്കൂളിംഗ് ഒക്കെ അബുദാബിയിലായിരുന്നു. അപ്പൊ ഈ വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരുമ്പോ കസിൻസിനെ കാണും എന്നല്ലാണ്ട് അങ്ങനെ ഒരു we were never constantly in touch or എപ്പോഴും സംസാരിക്കുന്നത്. ഒന്നാമത് അവിടെ വീട്ടിൽ പോയാൽ ചേട്ടൻ ഉണ്ടാവുകയില്ല, ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. ചിന്തു എവിടെ വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ്. ചിന്തു ഈസ് ഈക്വൽ ടു ക്രിക്കറ്റ് എന്നുള്ള ഒരു സാധനമായിരുന്നു. ശ്രീകാന്ത് എന്നാണ് പേര്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബോണ്ടൊന്നും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ കല്യാണം ആലോചിച്ച് തുടങ്ങിയ സമയം ഏകദേശം ഒരേ സമയത്താണ് എനിക്കും ശ്രീകാന്തിനും ഇങ്ങനെ അലയൻസസ് നോക്കി തുടങ്ങിയത്. അപ്പോ ആ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചെറിയ രീതിയിൽ വീട്ടിൽ വന്നു, ചിന്തുവിനെ നമുക്ക് ആലോചിച്ചാലോ ഇങ്ങനെ. അപ്പൊ ശ്രീകാന്തും പറഞ്ഞു വേണ്ട, എന്തിനാണ്, ഞങ്ങൾ വേറെ ആയിട്ടാണ് ചോദിച്ചത്, ഒരുമിച്ചിരുന്ന് അങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടൊന്നല്ല. അപ്പൊ വേണ്ട കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് ഒരു സമയത്ത് ആണ് ചേട്ടൻ ഇങ്ങനെ ജോലിയൊക്കെ ആയി ബാംഗ്ലൂരായിരുന്നു. ഞാനും ഇങ്ങനെ എന്റെ കരിയർ ഒക്കെ ആയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ചേട്ടനോ അല്ല ടിവിയിലിരുന്ന് പറയുമ്പോ കുറച്ച് ബഹുമാനം കൊടുക്കണ്ടേ, വീട്ടിലില്ലെങ്കിലും എന്നാണ് കാണണമെങ്കിൽ എന്താണോ നോക്കിട്ട്. അപ്പോ എന്താണ്ടായിച്ചാല് ഞങ്ങള് പെട്ടെന്നൊരു പോയിന്റ് എത്തി. ഇപ്പൊ ഞങ്ങള് പതിവിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അതെന്തോ ഈ പറഞ്ഞ മാതിരി ഇത് ഡെസ്റ്റിൻഡ് ആയിരുന്നു എന്നുള്ളൊരു സാധനമാണ്. പെട്ടെന്ന് ഒരിക്കലും സംസാരിക്കാത്ത ഞങ്ങള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഞങ്ങള് പിന്നെ വിളിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ശ്രീകാന്തിന് എങ്ങനെയാ വെച്ചാ എന്റെ ഒരു കരിയറും എന്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, ഹൗ ഇറ്റ് വർക്ക്സ് എന്നൊക്കെ ഉള്ളത് ശ്രീകാന്തിനായാലും ശ്രീകാന്തിന്റെ കുടുംബത്തിനായാലും വളരെ നന്നായിട്ട് അറിയാം. അപ്പം എനിക്കും ഈ പറഞ്ഞ മാതിരി വളരെ നമ്മൾ ഈ ഫീൽഡിലാവുമ്പോ മാരേജ് ഇസ് ലൈക്ക് എ ബിഗ് ഗാമ്പിൾ അല്ലെ, എന്തൊക്കെ പറഞ്ഞാലും. നമ്മള് കല്യാണം കഴിക്കുന്ന ആള് ശരിയല്ലെങ്കിൽ എല്ലാം ഇറ്റ് ഗോസ് ഇൻ ടു, എത്രയൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് ഓൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ സംസാരിച്ച് വന്നപ്പോ ഒരു ദിവസം ശ്രീകാന്ത് ഇങ്ങനെ ചോദിച്ചു, എന്തായാലും വീട്ടിൽ ആലോചിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ പരിപാടി എളുപ്പാക്കി കൊടുക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ആക്ച്വലി ദാറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. അറിയാം, വളരെ ഫാമിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് കോഴ്സ് വളരെ നന്നായിട്ട് അറിയാം. അതെ, ഞാനൊന്നും പ്രിറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ വലിയ ഭാഗ്യല്ലേ.
ഡെഫിനറ്റ്ലി ആണ്. ആൻഡ് ഐ തിങ്ക് മാരിയിങ് ഹിം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ഐ ഹാവ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. ഈ ബ്യൂട്ടിഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ്. യെസ് ഓഫ് കോഴ്സ്. तेरे मेरे सपने अब एक रंग है,